എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നൈന പൂജയെല്ലാം കഴിഞ്ഞ് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയൊക്കെ അനുഗ്രഹം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, മോളുടെ അച്ഛനും അമ്മയൊക്കെ വരില്ലേന്ന്. അപ്പോൾ നവ്യ പറയും, അച്ഛന് നല്ല ചുമയും ജലദോഷമൊക്കെയാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയട്ടെ. അപ്പോൾ നന്ദു വരുന്നുണ്ടായിരിക്കും എന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞ് നൈനയോട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇനി മോള് പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കേണ്ട കേട്ടോ, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ചാൽ മതി എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് ഇവിടെ ഇങ്ങനെ കഴിക്കാനുള്ള പലഹാരങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, പലഹാരത്തിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ മുത്തശ്ശി എല്ലാവരെയും വിളിക്കുന്നുണ്ട് കേട്ടോ, നമുക്കത് പോയി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദേവേനി ജാനകിക്ക് മുത്തശ്ശിയുടെ പിറകെ പോവും. ജലജ മാത്രം ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ നീ വരുന്നില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും അതാ വരുന്നു അമ്മയെന്ന് പറയും. പിന്നീട് അവരൊക്കെ അങ്ങ് ഇറങ്ങിയിട്ട് പോകും കേട്ടോ. അത് കഴിഞ്ഞ് ചന്ദമോളെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ആദർശാണെങ്കിലും. അപ്പോൾ നൈനയാണെങ്കിലും ചന്ദമോളോട് പറയുന്നുണ്ടായിരുന്നു, ഇന്ന് മോളെ മുത്തശ്ശി നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അനിയാണെങ്കിൽ അബീനെ നോക്കിയിട്ട് മോളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇവനെ അറിയോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ചന്ദമോൾ പറയും ചെറിയച്ഛൻ എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നവ്യക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനമൊന്നും വേണ്ട എന്നിങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാട്ടോ പറയുന്നത്. അപ്പോൾ അജയനാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അച്ഛാന്ന് വിളിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ വിളിപ്പിക്കണമെന്ന് പലർക്കും ഇവിടെ ആഗ്രഹം കാണും, പക്ഷേ അത് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ, ഇവൾക്കിപ്പോൾ ഒരു അച്ഛനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നവ്യാണെങ്കിലും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ നവ്യ ദേഷ്യപ്പെട്ടാണല്ലോ അവിടെ നിന്ന് പോയത്. അപ്പോൾ ജയനാണെങ്കിലും അബീനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവൾ ഈ പറഞ്ഞിട്ട് പോയതിനൊക്കെ ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് ഇങ്ങനെ നിനക്ക് വേണ്ടിയിട്ടാണ്, അത് ഓർക്കണം എന്നിങ്ങനെ പറയും കേട്ടോ. അബിയാണെങ്കിലും അവിടെ ഇങ്ങനെ പാമ്പ് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനിലായിട്ടാണ് നിൽക്കുന്നത്. അതിപ്പോൾ ഇനി എവിടെ പോയി എന്നുള്ള ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് നൈനയാണെങ്കിലും അതുപോലെ തന്നെ ആദർശാണെങ്കിലും ഒക്കെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ അനഘയുടെ വീട്ടിലേക്ക് പോയത്, അനഘയുടെ വീട്ടിലേക്ക് പോകരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. നൈനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവൻ അനഘേനെ ഇല്ലാതാക്കാൻ വേണ്ടി പോയതല്ലേ എന്ന് പറയുമ്പോൾ, ഏട്ടത്തി അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നാണ് അബി പറയുന്നത്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, ഇവനെ ഇനിയിപ്പോൾ അനഘേനെ സംരക്ഷിക്കാൻ പോയതാന്ന് പറഞ്ഞ് ദൈവങ്ങളെ വിളിച്ച് സത്യം പറയാൻ പറഞ്ഞാൽ അവൻ അതും പറയും, ദൈവങ്ങളെ അവന് പേടിയൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് അതൊക്കെ പറഞ്ഞ് ആദർശ് നൈനി അവിടെ നിന്ന് അങ്ങ് പോകും. അജയനാണെങ്കിലും അബീനെ നോക്കിയിട്ട് കഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. പിന്നീട് അബിയാണെങ്കിൽ പൂജാമുറിയിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പാമ്പ് എവിടെയാണ് പോയത് എന്നറിയാതെ അവിടെ ചെന്ന് നോക്കണോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. വേണ്ട, പാമ്പ് എങ്ങാനും കൊത്തിയാലോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അബിയാണെങ്കിലും പെട്ടെന്ന് പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അജയനും അനിയും ജയനും കൂടെ വീടൊക്കെ അലങ്കരിക്കാനുള്ള പൂവെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഇങ്ങനെ ബന്ധത്തിലുള്ള ഒരു പെങ്ങളെക്കുറിച്ച് പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേര് മറന്നുപോയി. അപ്പോൾ അവളുടെ ഒരു മോളുണ്ട്. അപ്പോൾ ആ ബന്ധം നമുക്ക് ഇങ്ങനെ ആലോചിച്ചാലോ എന്ന് പറയുമ്പോൾ, വല്യച്ഛന് ഒന്നുകൂടെ കെട്ടാനാണോ എന്നൊക്കെയാണ് കേട്ടോ അനി ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യമല്ലേടാ പറഞ്ഞത്, നിൻ്റെ കാര്യമാണെന്ന് പറയും കേട്ടോ. അപ്പം അനി പറയുന്നുണ്ടായിരുന്നു, എന്തായാലും എൻ്റെ മനസ്സമാധാനം കളയാൻ ഇനി ഞാനില്ല എന്ന് പറയട്ടോ. ഒന്നിപ്പോൾ കല്യാണം കഴിച്ചതിൻ്റെ ഇതിപ്പോൾ തീർന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും നിൻ്റെ ഏട്ടനും ഏട്ടത്തിയൊക്കെ നല്ല ഇതിൽ തന്നെയാണല്ലോ ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ നിനക്കും നല്ലൊരു ബന്ധമൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ, അത് ചിലർക്ക് മാത്രമേ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ, അതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഉള്ള മനസ്സമാധാനവും കളയാൻ ഞാനില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും നന്ദു അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. നന്ദുവിനെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. നന്ദു ആണെങ്കിലും അവരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ ഇപ്പോൾ വിലക്കൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, ഒരു വിലക്കും ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ മോൾക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ട് പോരായിരുന്നില്ലേ, നാളെ ഇവിടെ നിന്ന് പോവായിരുന്നല്ലോ സ്റ്റേഷനിലേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, അതിനിപ്പോൾ ഡ്രസ്സ് കൊണ്ടുവരണം എന്നൊന്നുമില്ല, ഇവിടെ നിൽക്കാൻ ഒരു 10-15 മിനിറ്റ് അല്ലേ ഉള്ളൂ മോളുടെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അവർ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നന്ദു ആണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചേച്ചിമാരോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാമെന്ന് പറയും. അപ്പോൾ നന്ദു പോയി കഴിയുമ്പോൾ അനിയാണെങ്കിലും നന്ദുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയനൊക്കെ പറയുന്നുണ്ടായിരുന്നു, അവളെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട, എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് നിൻ്റെ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവളെ അധികം നോക്കാതിരിക്കുന്ന നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ജയൻ പറയുന്നുണ്ടായിരുന്നു, മോൻ്റെ അമ്മയും നൈനയുടെ വീട്ടുകാരൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ ഈ ബന്ധം നടത്തി തരുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ മോൻ്റെ അമ്മ സമ്മതിക്കാതെ ഒരിക്കലും ഈ ബന്ധം നടക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവളെ അധികം നോക്കാതിരിക്കുന്നതാണ് മോന് നല്ലത് എന്ന് പറയും. പിന്നീട് അങ്ങനെ അനിയെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അനിയാണെങ്കിൽ ഓർക്കുന്നത്, നന്ദുവിനോട് ഇങ്ങനെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് കുറച്ച് സമയമൊക്കെ സംസാരിക്കണം, കുറച്ച് സമയം അവളുടെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് കേട്ടോ അനിയുടെ മനസ്സിൽ. പിന്നീട് നയനയുടെ അടുത്തേക്കാണ് നന്ദു ചെല്ലുന്നത്. അപ്പോൾ നന്ദു ആണെങ്കിലും ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അച്ഛന് ചുമയായതുകൊണ്ടാണല്ലോ വരാൻ പറ്റാതിരുന്നത്. ആദ്യം ആ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ സുഖകാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നയന. പിന്നീട് അത് കഴിഞ്ഞ് അബിയുടെ കാര്യം തന്നെയാണ് അവർ സംസാരിക്കുന്നത്.
അനഘയുടെ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനഘേനെ കാണാൻ പിന്നെ വീട്ടിൽ പോയിരുന്നു നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ നയന. അപ്പോൾ വീട്ടിൽ പോയിട്ടില്ല, ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയും. അതുപോലെ തന്നെ അബിയാണെങ്കിൽ ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണ്ണം വിറ്റതിൻ്റെ തെളിവൊക്കെ നന്ദുവിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ തന്നെയാണ് കേട്ടോ നയനയോട് പറയുന്നത്. ഇങ്ങനെ ഇതുവരെ അവനിങ്ങനെ ആദർശേട്ടനോട് ചെയ്തതും ഒന്നും ഞാൻ മറന്നിട്ടില്ല. നവ്യേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ മറച്ചു വെച്ചിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അവൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഓരോരോ തെളിവുകളും ഇങ്ങനെ ഇല്ലാതാക്കുകയാണ്. അതാണിപ്പോൾ അനഘയ്ക്ക് ഇങ്ങനെ സംഭവിക്കാനുണ്ടായത്. അപ്പോൾ ചന്തുമോളെ ഇനി അവൻ ഇല്ലാതാക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുമ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ നവ്യേച്ചിയുടെ മുഖമൊന്നും ഇങ്ങനെ ഓർക്കില്ല, അബീനെ ശരിപ്പെടുത്തുന്നൊക്കെയാണ് നയന പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ജലജേനെയാണ് കാണിക്കുന്നത്. ജലജയ്ക്കാണെങ്കിലും ആ പാമ്പ് കൂടെ നിന്ന് പുറത്തു പോയല്ലോ, അപ്പം അതിൻ്റെ ആ ഒരു പേടിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എല്ലായിടത്തും നോക്കിയിട്ടൊക്കെ തന്നെയായിട്ട് നടക്കുന്നത്. എവിടെയിടാ പാമ്പ്, അതിപ്പോൾ ഞാനില്ല അടുക്കള ഭാഗത്തെ എല്ലാ ഡോറും തുറന്നിട്ടിരിക്കുന്നുണ്ട്, അതിങ്ങനെ പുറത്ത് പോകുമായിരിക്കുമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, മൂർഖനാണ് അമ്മയത്, അതങ്ങനെ ഇങ്ങനെ ഒരിടത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് പെട്ടെന്നൊന്നും പോവില്ല എന്നാണ് ആ പാമ്പ് പിടുത്തക്കാരൻ പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പം നീ അയാളെ വിളിച്ചു കൊണ്ടുവന്ന് അതിനെ ഇങ്ങനെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകാൻ പറയും, അയാൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക. ഇതിപ്പോൾ ഒരു മനസ്സമാധാനം ഇല്ലല്ലോ, 2 ദിവസം ഇവിടുന്ന് മാറി നിന്നാലോ പാമ്പ് ആരെങ്കിലും കൊത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജലജിക്കാണെങ്കിൽ നല്ല പേടിയാണ് കേട്ടോ. നിൽക്കുന്നതിൻ്റെ ഇടയിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരു ഇതായല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ ഇതറിയാത്തതുകൊണ്ട് നല്ല സമാധാനത്തിൽ നടക്കാൻ, നമുക്ക് മാത്രമാണല്ലോ ഈ വീട്ടിൽ പാമ്പ് കയറിയത് അറിയാവുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം മനസ്സമാധാനത്തിൽ ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാൻ തുടങ്ങും കേട്ടോ. അപ്പോഴേക്ക് വീണ്ടും ഇങ്ങനെ പേടിച്ചിതാവുന്നുണ്ട്. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചിട്ട് അബി ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അത് കാലിൽ എന്തോ തണുപ്പ് കയറി, അപ്പോൾ ഞാൻ വിചാരിച്ചു പാമ്പിന് ചവിട്ടിയതാണെന്ന് എന്ന് പറയട്ടോ. ആ സമയത്ത് അബി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇനി ഇങ്ങനെ പേടിച്ച് ഇത് എല്ലാവരെയും അറിയിക്കുമോ, ഇതിൻ്റെ പിന്നിൽ പാമ്പിനെ കിട്ടുന്ന സമയത്ത് നമ്മളാണെന്ന് ഇനിയിപ്പോൾ എല്ലാവരെയും അറിയിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നന്ദു അനിയും കൂടെ സംസാരിക്കുകയാണ്. നന്ദുവിനോട് അനി പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങോട്ട് വന്നല്ലോ, എനിക്ക് നല്ല സന്തോഷമായി, ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ചേച്ചിമാരെ കാണാനായിട്ട് വരണം, ഞാനിങ്ങനെ പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്ന് ഇങ്ങനെ കുറേ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു തരാം, അതിങ്ങനെ കൊണ്ടു കൊടുക്കാനാണെന്ന് നിൻ്റെ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കാനാണെന്ന രീതിയിൽ വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. നന്ദു പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു പോലീസ് ഓഫീസറാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പം നിന്നോട് ഞാൻ ആ ജോലി വേണ്ട എന്ന് വെക്കാൻ പറഞ്ഞില്ലേ, നമുക്ക് 2 പേർക്കും കൂടെ ഒരേ കമ്പനിയിൽ ജോലി ചെയ്താൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രൊഫഷന് വിട്ടുള്ള ഒരു കളിയും ഇല്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 2 പേർക്കും ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ 2 പേരും 2 ഇങ്ങനെ സ്ഥലത്താണെങ്കിലും നമ്മുടെ മനസ്സൊന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ നന്ദു ആണെങ്കിലും. ആ സമയത്ത് ജാനകി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇവിടെ 2 പേരും നിന്ന് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ നന്ദുവിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ജാനകിയാണെങ്കിലും നന്ദുവിനോട് പറയുക, അവൻ പറഞ്ഞത് ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല, അനാമികയുടെ കാര്യം പറഞ്ഞ് നിന്നെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അതിലൊക്കെ എനിക്ക് ഇപ്പം നല്ല സങ്കടമുണ്ട്, പക്ഷേ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിന് എന്നോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, നിൻ്റെ വീട്ടുകാരെ പോലെ തന്നെ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് നല്ലൊരു ബന്ധം കിട്ടുകയാണെങ്കിൽ അതന്നെ നടത്തണം, അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഒരു പിടിയും വലിയൊന്നും ഉണ്ടാവാൻ പാടില്ല, എനിക്ക് അത്രയും ഇങ്ങനെ പറയാനുള്ളൂ, 3 പേര് ഒരു വീട്ടിൽ നിന്ന് വരുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകട്ടോ ജാനകി. അപ്പോൾ ആ സമയത്ത് നന്ദു ആണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുള്ളല്ലോ, അനിയുടെ കാര്യം ഓർത്തിട്ടാണ് എന്ന് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അബിയാണെങ്കിൽ സച്ചിനെ വിളിച്ചിട്ട് പാമ്പ് പുറത്ത് ചാടിയ കാര്യമൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അബിക്കും നല്ല പേടിയുണ്ട്, അതൊക്കെയാണ് സച്ചിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അബിയാണെങ്കിലും ആ പാമ്പ് ഇങ്ങനെ എഴിഞ്ഞു വരുന്നത് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രമോ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു, അബീനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദു വന്നിട്ടുണ്ട്. അപ്പോൾ അബീനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നുണ്ട് കേട്ടോ നവ്യാണെങ്കിലും. എന്തായാലും അബീനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് നന്ദു. അത് കണ്ടുകൊണ്ട് വരുന്ന നവ്യാണെങ്കിലും നന്ദുവിനോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്.